ഹായ് ഫ്രണ്ട്സ്. അപ്പം റൺവേ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. നിങ്ങളിത് സിനിമ എടുത്തിട്ട് ഷോർട്ട് ഫിലിം ആണെന്നും പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ആൾക്കാരെ പറ്റിക്കുവാണോ? ഇത് എന്തുവാ ഇത്? സിനിമ ആകെ 3/4 മണിക്കൂറുള്ളൊരു ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഒരു തരി പോലും നമുക്കൊരു നഷ്ടബോധം തോന്നാത്ത ഒരു സാധനം. അതും റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ എടുത്ത്, അത് നിങ്ങളുടെ ഒരു ടീം പൊളി ടീമായിരുന്നു. ആക്ടിങ്, ഡയറക്ഷന്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒന്നിനൊന്നിന് എല്ലാം മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിം. ഇത് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പം തന്നെ 1,00,000 മേലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, കാണാതിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ തന്നെയാണ് അത് നഷ്ടം. അതൊരു എന്താ പറയാ, നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന ചില സിനിമയൊക്കെ കാണുമ്പം തന്നെ നമുക്ക് തോന്നും, ഇതൊക്കെ അവരെങ്ങനെ തിയേറ്ററിൽ റിലീസ് ചെയ്യാനെ കൊണ്ട് ധൈര്യപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവര് നല്ല അടിപൊളി ഒരു കണ്ടന്റ് വെച്ച് ഷോർട്ട് ഫിലിം പിടിച്ചു വെച്ചേക്കുന്നു, അതും റിയൽ ഇൻസിഡന്റിനെ വെച്ചിട്ട്. ഇത് ഓരോ പെർഫോമൻസും ഓരോ ക്യാരക്ടേഴ്സും എല്ലാം അവരുടെ റോള് നീറ്റായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയത് ശ്രീനിഷാണ്. നെഗറ്റീവ് റോളിലാണ് വന്നത്. പുള്ളിയുടെ ഒരു കാര്യങ്ങളെല്ലാം നൈസായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നായികയും എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. അപ്പം ഈ ഒരു ഷോർട്ട് ഫിലിം ആരെങ്കിലും ഇനിയും കാണാനെ കൊണ്ട് ബാക്കിയുണ്ടെങ്കിൽ കയറി കണ്ടോ. ഒരു സിനിമ കണ്ടിറങ്ങുന്ന ഫീലായിരിക്കും കണ്ടു തീരുമ്പോഴത്തേക്കും. അപ്പം ശരി ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.